ഹരി ഓം. ഈ അധ്യായത്തിലെ തന്നെ ഒരു പ്രധാന ശ്ലോകത്തോടെ ആരംഭിക്കാം. മത്കർമ്മകൃത് മത്പരമഃ മദ്ഭക്തസംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ്സ മാമേതി പാണ്ഡവ. ഭഗവാനിൽ അനന്യഭക്തിയുള്ളവർ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപ ദർശനയോഗം. ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം. സർവവസ്തുക്കളിലും നിറഞ്ഞ് വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്ന പരമ്പൊരുളാണ് താനെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി. അർജുനൻ പറയുന്നു, ആത്മതത്വത്തെക്കുറിച്ച് അങ്ങ് നൽകിയ ഉപദേശത്താൽ എൻ്റെ വ്യാമോഹം എല്ലാം തന്നെ നീങ്ങിപ്പോയിരിക്കുന്നു. ചരാചരങ്ങളുടെ ഉൽപ്പത്തിയും ലയവും അങ്ങയുടെ അനന്തമായ മാഹാത്മ്യവും ഞാൻ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ അങ്ങയുടെ ആ ഐശ്വര്യ രൂപത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, അർജുന, നാനാവിധത്തിലും നാനാവർണ്ണങ്ങളിലും ആകൃതികളിലുമായി എൻ്റെ 100 കണക്കിന് ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളുക. ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും അശ്വിനി ദേവന്മാരെയും മരുത്തുക്കളെയും കണ്ടാലും. അശ്വിനി ദേവന്മാർ 2 പേരാണ്. ആദിത്യന്മാർ 12 പേർ, വസുക്കൾ 8 പേർ, രുദ്രന്മാർ 11, മരുത്തുക്കൾ 7 പേർ എന്നിങ്ങനെയാണ്. ഭഗവാൻ പറയുന്നു, നിന്റെ ഈ ബാഹ്യ ചക്ഷുസ് കൊണ്ട് മാത്രം നിനക്കെന്നെ കാണാനാവില്ല. നിനക്ക് ദിവ്യ ചക്ഷുസ് ഞാൻ തരാം. എന്നിട്ട് എൻ്റെ ഐശ്വര്യമായ യോഗം നീ കണ്ടാലും. പിന്നെ എന്തുണ്ടായെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരെ അറിയിക്കുന്നു. പരമമായ ഈശ്വര സ്വരൂപം ഭഗവാൻ അർജുനന് കാട്ടിക്കൊടുക്കുന്നു. എണ്ണമറ്റ മുഖങ്ങളോടും കണ്ണുകളോടും കൂടിയതും കണക്കില്ലാത്ത അത്ഭുത കാഴ്ചകളോട് കൂടിയതും അനേകം ദിവ്യാഭരണങ്ങളോട് കൂടിയതും ഉയർത്തിപ്പിടിച്ച അസംഖ്യം ദിവ്യായുധങ്ങളോട് കൂടിയതും ദിവ്യമാലകളും ദിവ്യവസ്ത്രങ്ങളും ധരിച്ചിട്ടുള്ളതും ദിവ്യ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിട്ടുള്ളതും പല പല ആശ്ചര്യങ്ങൾ നിറഞ്ഞതും പ്രകാശ സ്വരൂപവും അറ്റം കാണാനാവാത്തതും സർവത്ര മുഖമുള്ളതുമായിരുന്നു ആ രൂപം. അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഭഗവാനെ, അങ്ങയുടെ ദേഹത്തിൽ ദേവന്മാരെയും അതുപോലെ സകല ജീവജാലങ്ങളെയും കമലാസനത്തിലിരിക്കുന്ന ഈശനായ ബ്രഹ്മാവിനെയും എല്ലാ ഋഷിമാരെയും ദിവ്യസർപ്പങ്ങളെയും ഞാൻ കാണുന്നു. ധീരധീരനെപ്പോലും ഭയവിഹ്വലനാക്കാൻ പോകുന്ന ഭഗവാന്റെ ഉഗ്രരൂപത്തെ അർജുനൻ വർണ്ണിക്കുന്നു. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അസംഖ്യം കൈകളും വയറുകളും വായകളും കണ്ണുകളുമുള്ള അനന്തരൂപനായി അങ്ങയെ എല്ലായിടത്തും ഞാൻ കാണുന്നു. വിശ്വേശ്വരനായ ഹേ വിശ്വരൂപ, അങ്ങയുടെ ആദിയും മധ്യവും അന്തവും ഒന്നും ഞാൻ കാണുന്നില്ല. കിരീടം ഗദ ചക്രം ഇവയോട് കൂടിയവനായും തേജോമയനായും സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനായും നേരെ നോക്കാൻ വയ്യാത്ത വിധത്തിൽ ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയുള്ളവനായും അളക്കാൻ വയ്യാത്തവനായും അങ്ങയെ എല്ലായിടത്തും ഞാൻ കാണുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്കുള്ള സ്ഥലം മുഴുവനും മാത്രമല്ല, എല്ലാ ദിക്കിലും അങ്ങയാൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. അത്ഭുതകരവും ഭയാവഹവുമായ അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് ഭഗവാനെ 3 ലോകവും വല്ലാതെ പേടിച്ചരണ്ടിരിക്കുന്നു.
രുദ്രാദിത്യാവസവോ യേ ച സദ്യ വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. വിശ്വരൂപത്തെ വീക്ഷിക്കുന്ന ആകാശസ്ഥിതരായ ദേവാദികളുടെ പ്രതികരണമാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. രുദ്രന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, സാധ്യന്മാർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ, ഇങ്ങനെ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും അത്ഭുതപരവശരായി അങ്ങയെ നോക്കി നിൽക്കുന്നു. അർജുനൻ പറയുന്നു, ഭഗവാനെ, അസംഖ്യം വായകളും കണ്ണുകളുമുള്ളതും അസംഖ്യം കൈകളും തുടകളും പാദങ്ങളുമുള്ളതും അസംഖ്യം വയറുകളുള്ളതും അസംഖ്യം ദംഷ്ട്രകൾ കൊണ്ട് ഭയാനകവുമായ അങ്ങയുടെ മഹത്തായ രൂപം കണ്ടിട്ട് ജീവികളെല്ലാം പേടിച്ചു വിറയ്ക്കുന്നു. ഭയം കൊണ്ട് എൻ്റെ മനസ്സും കിടിലം കൊള്ളുന്നു. ധൈര്യവും സമാധാനവും എനിക്കില്ലാതായിരിക്കുന്നു. ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഉഗ്രരൂപനായ അങ്ങ് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും അങ്ങേക്ക് നമസ്കാരം. ഭഗവാനെ, പ്രസാദിക്കണേ. ആദിപുരുഷനായ അങ്ങയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഭഗവാൻ പറയുന്നു, ലോകത്തെ നശിപ്പിക്കുന്ന ശക്തിമത്തായ കാലമാണ് ഞാൻ. ലോകങ്ങളെ, അതായത് എല്ലാവരെയും സംഹരിക്കാനാണ് ഇവിടെ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇരു സൈന്യങ്ങളിലുള്ള എല്ലാ യോദ്ധാക്കളും നീ ഇല്ലെങ്കിലും, നീ യുദ്ധം ചെയ്യാതിരുന്നാലും ഇല്ലാതായിത്തീരും. ആരും ബാക്കിയാവാൻ പോകുന്നില്ല. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നികദാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതിനാൽ നീ എഴുന്നേൽക്കൂ, ശത്രുക്കളെ ജയിച്ച് കീർത്തി സമ്പാദിക്കൂ, ഐശ്വര്യസമൃദ്ധമായ രാജ്യം അനുഭവിക്കൂ. ഞാൻ തന്നെ ഇവരെയൊക്കെ ആദ്യമേ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇടം കൈകൊണ്ടും അമ്പയ്യാൻ സമർത്ഥനായ അർജുന, നീ നിമിത്തമാത്രമായി ഭവിച്ചാലും. അർജുന, നീ വ്യസനിക്കേണ്ട, യുദ്ധം ചെയ്തോളൂ. യുദ്ധത്തിൽ ശത്രുക്കളെ നീ ജയിക്കും. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ ഭഗവാനെ നമസ്കരിക്കുന്നു. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. അതാണ് വിശ്വരൂപ സ്തുതി. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘ. ഭഗവാനെ, അങ്ങയുടെ ഉത്തമ കീർത്തി കൊണ്ട് ജഗത്ത് സന്തോഷിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നു. രക്ഷസുകൾ പേടിച്ച് പല ദിക്കുകളിലേക്കും ഓടിപ്പോകുന്നു. എല്ലാ സിദ്ധന്മാരും അങ്ങയെ നമസ്കരിക്കുന്നു. ഹൃഷീകേശൻ എന്നാൽ ഹൃഷീകങ്ങളുടെ അഥവാ ഇന്ദ്രിയങ്ങളുടെ ഈശൻ, അതായത് ആത്മാവ്. ജീവികളുടെ സന്തോഷത്തിനും സുഖത്തിനും ആസ്പദം ആത്മാവത്രേ. ആത്മമഹിമ അറിയാറാവുന്നതോടെ പാപവാസനകൾ പോയി മറയുന്നു. സദ്വിചാരങ്ങൾ ഉടലെടുക്കുന്നു. അർജുനൻ പറയുന്നു, അങ്ങ് ആദിദേവനും പുരാണ പുരുഷനുമാണ്. ഈ വിശ്വത്തിൻ്റെ പരമമായ ആശ്രയവും അങ്ങ് തന്നെ. അങ്ങ് ഈ വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്നു. വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനുമൊക്കെ അങ്ങാകുന്നു. അങ്ങയ്ക്ക് 1000 നമസ്കാരം. അങ്ങയുടെ ഈ മഹിമ അറിയാതെ സ്നേഹിതനെന്ന് നനച്ച് കരുതലില്ലായ്മയാലോ സ്നേഹാധിക്യത്താലോ ഹേ കൃഷ്ണ, യാദവ, സഖേ എന്നും മറ്റും ഞാൻ അങ്ങേ വിളിച്ചു പോയിട്ടുണ്ട്. കളിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഉണ്ണുമ്പോഴോ ഒറ്റയ്ക്കോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ നേരം പോക്കായി അങ്ങയെ ഞാൻ പരിഹസിച്ചു പോയിട്ടുമുണ്ട്. ഭഗവാനെ, അതൊക്കെയും ക്ഷമിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ് പുത്രൻ്റെയും സ്നേഹിതൻ സ്നേഹിതൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും അപരാധം പൊറുക്കുന്നത് പോലെ
അവിടുന്ന് അടിയൻ്റെ അപരാധം പൊറുക്കണേ. ഭയാനകമായ ഈ വിശ്വരൂപം ഉപസംഹരിച്ച് പൂർവ്വരൂപം കൈക്കൊള്ളാൻ അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അദൃഷ്ടപൂർവം കൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. മുമ്പ് കണ്ടിട്ടില്ലാത്ത വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. എൻ്റെ മനസ്സ് പേടികൊണ്ട് വല്ലാതെ നടുങ്ങുകയും ചെയ്യുന്നു. ഭഗവാനെ, ആ മുൻപത്തെ രൂപം തന്നെ എനിക്ക് കാട്ടിത്തന്നാലും. കിരീടിയും ഗതിയും ചക്രപാണിയുമായിട്ട് അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് കൈകളോടുകൂടിയ വിശ്വമൂർത്തിയായ ഭഗവാനെ, 4 തൃക്കൈകളോടുകൂടിയ ആ രൂപം തന്നെ കൈക്കൊണ്ടാലും. പരമേശ്വര, പ്രസാദിച്ചാലും. ഭഗവാൻ അർജുനനെ ആശ്വസിപ്പിക്കുന്നു. മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. അർജുന, നിന്നിൽ പ്രസന്നനായ ഞാൻ സ്വന്തം യോഗശക്തിയാൽ ഈ പരമോത്കൃഷ്ട രൂപം നിനക്ക് കാട്ടിത്തന്നു. തേജോമയവും വിശ്വാത്മകവും അനന്തവും ആദിമൂലവുമായ എൻ്റെ ഈ രൂപമുണ്ടല്ലോ, അത് നീയൊഴിച്ച് മറ്റാരും മുമ്പ് കണ്ടിട്ടില്ല. അർജുന, മനുഷ്യലോകത്തിൽ നിനക്കല്ലാതെ മറ്റാർക്കും വേദം, യജ്ഞം, സ്വാധ്യായം ഇവ കൊണ്ട് എന്നെ ഈ രൂപത്തിൽ കാണാനാവില്ല. ദാനങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ കഠിന തപശ്ചര്യകൾ കൊണ്ടോ ആവില്ല. ഇത്ര ഘോരമായ എൻ്റെ ഈ വിശ്വരൂപം കണ്ടിട്ട് നീ പേടിക്കേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. നീ നിർഭയനും സന്തുഷ്ടനുമായി എൻ്റെ ആ പഴയ രൂപം തന്നെ ഇതാ വീണ്ടും കണ്ടോളൂ. ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞിട്ട് തൻ്റെ പൂർവ്വരൂപത്തെ വീണ്ടും കാണിച്ചു കൊടുത്തു. മഹാത്മാവായ ഭഗവാൻ സൗമ്യ ശരീരനായി ഭവിച്ചിട്ട് ഭീതനായ അർജുനനെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ പറയുന്നു, എൻ്റെ യാതൊരു രൂപത്തെ നീ കണ്ടുവോ? അതിപ്രകാരം കാണാൻ വളരെ പ്രയാസമുള്ളതാകുന്നു. ദേവന്മാർ കൂടി എന്നും ഈ രൂപത്തിൻ്റെ ദർശനം കൊതിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നെ നീ എപ്രകാരം കണ്ടുവോ അപ്രകാരമുള്ള എൻ്റെ രൂപം വേദങ്ങൾ കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ കാണപ്പെടാൻ കഴിയുന്നതല്ല. ഇപ്രകാരമുള്ള എൻ്റെ സ്വരൂപത്തെ പരമാർത്ഥമായി അറിയുന്നതിനും കാണുന്നതിനും പ്രാപിക്കുന്നതിനും അന്യചിന്തയില്ലാത്ത ഭക്തി കൊണ്ട് സാധ്യമാണ്. അതായത് അനന്യഭക്തി കൊണ്ട് ഭഗവാനെ അറിയാനും ദർശിക്കാനും മാത്രമല്ല, ഭഗവാനിൽ താതാത്മ്യം പ്രാപിക്കാനും സാധ്യമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഗീതയുടെ ശാസ്ത്രസാരം എന്നറിയപ്പെടുന്ന അവസാനത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. മത്കർമ്മകൃത് മത്പരമഃ മദ്ഭക്തസംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യഃ സമാമേതി പാണ്ഡവ. അർജുന, എനിക്കുള്ള അർപ്പണമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനും എന്നെ പരമമായ ആശ്രയമായി കരുതുന്നവനും എന്നിൽ ഭക്തിയുള്ളവനും ആസക്തികളെല്ലാം ഉപേക്ഷിച്ചവനും സകല ജീവികളിലും ദ്വേഷബുദ്ധിയില്ലായ്മ പുലർത്തുന്നവനുമായി യാതൊരുവനുണ്ടോ അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. കർമ്മം, ജ്ഞാനം, ഭക്തി എന്നീ സാധനാമാർഗങ്ങളുടെ ഒരു സമന്വയം ഈ ശ്ലോകത്തിൽ കാണാവുന്നതാണ്. മത്കർമ്മ, മത്പരമ, മദ്ഭക്ത എന്നീ പ്രയോഗങ്ങൾ ഇക്കാര്യം സൂചിപ്പിക്കുന്നു. ഈ ശ്ലോകത്തിൽ എണ്ണിപ്പറയുന്ന സാധക ലക്ഷണങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. 1. ഈശ്വരാർപ്പണമായി സർവകർമ്മങ്ങളും ചെയ്യുക. 2. പരമാത്മാവിനെ തന്നെ പരമലക്ഷ്യമായി കരുതുക. 3. ഭഗവത് ഭക്തി വളർത്തുക. 4. മറ്റൊന്നിലും ആസക്തനാവാതിരിക്കുക. 5. ഒരു ജീവിയോടും ദ്വേഷബുദ്ധി പുലർത്താതിരിക്കുക. ഇവയാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങൾ എന്നറിയുക. ഹരി ഓം. ഹരി ഓം.
എൻ ശബ്ദം തവ മന്ത്രം എൻ കരകർമ്മൗഘം ത്വദീയാർച്ചനം. സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം. ശയ്യാവേശനമോ നമസ്കൃതിയുമെല്ലാം സമർപ്പിക്കുമെൻ സർവാംഗക്രിയ പൂജയായി കരുതണേ പാർത്ഥസാരഥി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശോധ്യായഃ വിശ്വരൂപദർശനയോഗഃ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്ത്വയോക്തം ഭജസ്തേന മോഹോയം വിഗതോ മമ. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. ഏവമേതത് യഥാ തത്ത്വം ആത്മാനം പരമേശ്വര. ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ. യോഗേശ്വര തദോ മേ ത്വം ദർശയാത്മാനമവ്യയം. ശ്രീഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഇകൈകസ്തം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ. ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിം ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. അനേകവക്ത്രനയനം അനേകാദ്ഭുതദർശനം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിതാ യദി ഭാസദൃശീ സാ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനഃ. തത്രൈകസ്തം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകധാ അപശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ. പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ. ബ്രഹ്മാണമീശം കമലാസനസ്ഥം
ഋഷീംശ്ച സർവാനുരഗാംശ്ച ദേവ്യാൻ അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോऽനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തകുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം ദ്യാവാ പൃഥിവ്യോരിദമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ അമീഹി ത്വം സുരസംഘാ വിശന്തി കേചിദ്ഭീതാ പ്രാഞ്ചലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിः രുദ്രാദിത്യാ വസവോ യേ ച സാധ്യാ വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാ വീക്ഷന്തെ ത്വാം വിസ്മിതാശ്ചൈവ സർവേ രൂപം മഹത്തെ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവ്യഥിതാസ്തതാകം നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ അമീ ച ത്വാം ധൃതരാഷ്ട്രസ്യ പുത്ര സർവേ സഹൈവാവനിപാലസംഘൈ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രത്തദാസൗ സഖാസ്മദീയൈരഭിയോധമുഖ്യൈ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത് വിലഗ്നാദശനാന്തരേഷു സംദൃശ്യന്തെ ചൂർണിതൈരുത്തമാംഗൈ യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോകവീര വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോക തവാപി വക്ത്രാണി സമൃദ്ധവേഗ ലേലിഹ്യസേഗ്രസമാനഃ സമന്താൻ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിः തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണോ ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം ന ഹി പ്രജാനാമി തവ പ്രവൃത്തിം
ശ്രീഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത്പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിക പ്രവൃത്തഃ ഹൃദേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനീകേഷു യോധാ തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയൈവൈതേ നികദാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരാൻ മയാ കഥാസ്ത്വം ജഹിമാ വ്യദിഷ്ട യുധ്യസ്വജേതാസിരണേ സപത്നാൻ. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. അർജുന ഉവാച സ്ഥാനേ കൃഷികേശ തവ പ്രകീർത്യാ ജഗത്പ്രഹൃഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാ കസ്മാച്ച തേന ന മേരന്മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത് ത്വമാദിദേവ പുരുഷ പുരാണക ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ വായുർയമോഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമകശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ നമഃ പുരസ്താദത പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവ സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ഛാവകാശാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസനഭോജനേഷു ഏകോദവാപ്യച്യുത തത്സമക്ഷം തത്ക്ഷാമയേ ത്വാമഹമപ്രമേയം പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വൽസമോത്യഭ്യധിക കുതോന്യോ ലോകത്രയേപ്യപ്രതിമപ്രഭാവക തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയപ്രിയായാർഹസി ദേവ സോഢും അദൃഷ്ടപൂർവം കൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ജ പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രഭാഗോ ഭവ വിശ്വമൂർത്തേ. ശ്രീഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം.
न वेदयत्नाद्ययनैर्न दानै न च क्रियाभिर्न तपोभिरुग्रै एवं रूपः शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीर मा देव्यथा मा च विमूढभावक दृष्ट्वा रूपं घोरमीदृक्ममेदम् व्यपेदभिप्रीतमना पुनस्त्वं तदेव मे रूपमिदं प्रपश्य सञ्जय उवाच इत्यर्जुनं वासुदेवस्तथोक्त्वा स्वकं रूपं दर्शयामास भूयः आश्वासयामास च भीतमेनं भूत्वा पुनः सौम्यवपुर्महात्मा अर्जुन उवाच दृष्ट्वेदं मानुषं रूपं तव सौम्यं जनार्दन इदानीमस्मि संवृत्तः सचेता प्रकृतिं गतः श्रीभगवानुवाच सुदुर्दर्शमिदं रूपं दृष्टवानसि यन्मम देवाप्यस्य रूपस्य नित्यं दर्शनकाङ्क्षिणः नाहं वेदैर्न तपसा न दानेन न चेज्जया शक्य एवं विदो द्रष्टुं दृष्टवानसि मां यथा भक्त्या त्वनन्यया शक्यः अहमेवं विधोऽर्जुन ज्ञातुं द्रष्टुं च तत्त्वेन प्रवेष्टुं च परन्तप मत्कर्म कृत् मत्परमः मद्भक्तः सङ्गवर्जितः निर्वैरः सर्वभूतेषु यः स मामेति पाण्डव ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे विश्वरूपदर्शनयोगो नाम 11 अध्यायः।